അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുളമൂൻ. സ്വദഖല്ലാഹുൽ അലിയുൽ അളീം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാഖിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടവും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാഖും സൂറ ബഖറയിലെ ഖിബില മാറ്റത്തെ തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട തീമുകളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കുക, ഇതൊക്കെ ജീവിക്കലാണ് എന്നും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് യഥാർത്ഥ സമ്പാദ്യമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിക്കാൻ വേണ്ടി ഒരുപാട് പറഞ്ഞിട്ടും പ്രവാചകനെ അനുസരിക്കാതെ, അല്ലെങ്കിൽ മുനാഫിക്കുകളുടെ, പ്രത്യക്ഷരായ വളരെ പ്ലെയിനായിട്ടുള്ള മുനാഫിക്കുകളുടെ, അതായത് അത്തരത്തിലുള്ള മുനാഫിക്കുകളൊക്കെ യഹൂദരാണ്, അവരുടെ അലൈസായിട്ടുള്ള ആളുകളെയും നമ്മൾ മുനാഫിക്കുകളെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത് പ്രവാചകൻ ചെലവഴിക്കാൻ പറയുമ്പോഴും പിശുക്ക് കാണിക്കുകയും നേരത്തെ യുദ്ധത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അവർ ഭീരുക്കളായി മാറി നിൽക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിലും മുനാഫിക്കുകളായ ആളുകൾ തീരെ ശുഷ്കാന്തി കാണിക്കാത്ത ആളുകളായിട്ട് അവരെ കാണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അവരുടെ സന്മാർഗത്തിൻ്റെ ഉത്തരവാദിത്തം നിനക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞത് ചെവികൊള്ളാതെ, താങ്കളനുസരിക്കാതെ പിശാചുക്കളെ അനുസരിക്കുന്ന ആളുകളാണെങ്കിൽ അക്കാര്യത്തിൽ താങ്കൾ ബേജാറാകണ്ട. ഹിദായത്ത് നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലി അൻഫുസിക്കും. നിങ്ങൾ എന്ത് ധനം ചെലവഴിച്ചാലും, ഖൈറ് എന്നുള്ളത് ധനത്തെ കുറിക്കുന്ന ഒരു വാക്ക് കൂടിയാണ്. ഖൈറിൽ നിന്ന് എന്ത് ചെലവഴിച്ചാലും, അതായത് എന്ത് ധനം ചെലവഴിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു ആവശ്യമുള്ളത് കൊണ്ട് ചോദിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടി ആണ് അത് ആക്ച്വലി നിങ്ങൾ ചെലവഴിക്കുന്നത്. വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. നിങ്ങൾ ചെലവഴിക്കുന്നില്ല അവൻ്റെ പ്രീതി തേടിക്കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ വജ്ഹ് തേടിക്കൊണ്ടല്ലാതെ ചെലവഴിക്കുന്നില്ല, നിങ്ങളാരും ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് തേടിക്കൊണ്ടല്ലാതെ ചെലവഴിക്കരുത് എന്നുള്ളതാണ്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും. നിങ്ങൾ എന്ത് ധനം ചെലവഴിച്ചാലും നിങ്ങൾക്ക് അത് റിട്ടേൺ ആയിട്ട് കിട്ടും. നിങ്ങൾ എന്ത് ധനം ചെലവഴിച്ചാലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നൽകപ്പെടും. യുവഫ ഇലൈക്കും, പൂർണ്ണമായിട്ട് നൽകപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങളോട് അല്പം പോലും അനീതി കാണിക്കുകയില്ല. വഅൻതും ലാ തുളമൂൻ. അല്പം പോലും നിങ്ങൾ അക്രമത്തിന് വിധേയരാകില്ല, അഥവാ അനീതി കാണിക്കപ്പെടില്ല, നിങ്ങളോട് ളുൽമ് ചെയ്യപ്പെടില്ല. നിങ്ങൾ ചെയ്തതിന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് പുറമെ അള്ളാഹു ചെലവഴിക്കേണ്ടത് നിർബന്ധ ബാധ്യതയായിട്ട് അള്ളാഹു പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയ അഹ്ലുകാരുണ്ട്. ഖുർആൻ സക്കാത്ത് നിർബന്ധമാക്കിയ ആളുകളെ എണ്ണുമ്പോൾ സൂറ തൗബയിൽ അള്ളാഹു പറയുന്നത് ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ. സ്വതക്കകൾ, നിർബന്ധദാനം ഫുഖറായിനും മസാക്കീനുമാണ്. പിന്നെ പറയുന്ന ആളുകളും വൽ ആമിലീന അലൈഹ, സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, അതിൻ്റെ അമല് ചെയ്യുന്ന ആളുകൾ, വൽ മുഅല്ലഫത്തി ഖുലൂബുഹും,
ഹൃദയങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകൾ, വഫിർ റിഖാബി അടിമമോചനം, വൽ ഗാരിമീന കടം കൊണ്ട് വലയുന്ന ആളുകൾക്ക്, വഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധങ്ങൾക്ക്, വബിനി സബീൽ യാത്രക്കാർക്ക്, ഫരീലത്തം മിനല്ലാഹ് ഇത് അള്ളാഹു ഫർലാക്കിയതാണ്, വല്ലാഹു അലീമുൻ ഹക്കീം അവനെല്ലാം അറിയുന്നവനും ഏറ്റവും ഹിക്മത്തുള്ളവനുമാണ്. അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ സ്വതക്ക ഇത്രയും ആളുകൾക്കാണ്, 8 അവകാശികൾക്കാണ്. അതിലാദ്യം പറഞ്ഞത് ഫുഖറാ എന്നുള്ളതാണ്. സക്കാത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രയോറിറ്റിയുള്ള വിഭാഗമാണത് ഫുഖറാ. അതുകൊണ്ട് ഇവിടെ ഇൻഫാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു സൂറ ബഖറയിൽ, ലിൽ ഫുഖറാ ഇല്ലദീന ഉഹ്സിറു ഫീ സബീലില്ല, ഫുഖറായിന് വേണ്ടി ചെലവഴിക്കുക. എങ്ങനത്തെ ഫുഖറാ? അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട, തടയപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ബന്ധിക്കപ്പെട്ട അത്തരം ആളുകൾക്ക്. ലാ യസ്തതിഊന ലർബം ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് കച്ചവടത്തിലോ മറ്റോ വ്യാപൃതരാകാൻ കഴിയാത്ത ആളുകൾ. അത്തരം ഫുഖറായിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സേവനങ്ങളിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന, കച്ചവടം പോലെയുള്ള മറ്റ് ധനസമ്പാദന മാർഗങ്ങളിലൊന്നും ഏർപ്പെടാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ ഫുഖറാവുമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഫുഖറാ മുഹാജിറുകളിൽപ്പെട്ട ഫക്കീറുമാരാണ് എന്ന് പ്രത്യേകം വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അഹ്ലു സുഫയിൽ പാർത്തിരുന്ന, പ്രവാചകൻ്റെ പള്ളിയിലെ വരാന്തയിൽ പാർത്തിരുന്ന സ്വഹാബികളുണ്ടായിരുന്നു. അവരെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വൈന്നമ ഹുസ്സ ഫുഖറാ ഉൽ മുഹാജിരീന ബിദിക്രി ലിഅന്നഹു ലം യകുൻ ഹുനാക സിവാഹുൻ വഹും അഹ്ലു സുഫത്തി വക്കാനു നഹ്വമിൻ 400 റജുലിൻ എന്ന് ഖുർത്തുബി റഹ്മഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. ഇത് മുഹാജിറുകളിൽപ്പെട്ട ഫക്കീറുമാരാണ്. വഹും അഹ്ലു സുഫ, അഹ്ലു സുഫക്കാരാണ് അവർ. പ്രവാചകൻ്റെ പള്ളിയുടെ വരാന്തയിൽ താമസിച്ചിരുന്ന ആളുകളാണ്. വലിയ പള്ളിയാണ്, വലിയ വരാന്തയാണ്. 400ഓളം പേർ, ഏകദേശം 400ഓളം പേർ അവിടെ താമസിച്ചിട്ടുണ്ട്. ഹിജറ ചെയ്ത് വന്ന ആളുകളാണ്. അവർക്ക് മദീനയിൽ പ്രത്യേകിച്ച് കച്ചവടത്തിനോ മറ്റോ സൗകര്യങ്ങളില്ല, അതിനുള്ള ധനമില്ല. എന്നാൽ അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി സ്വന്തത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചവരുമാണ് അവർ. റസൂൽ ആവശ്യപ്പെടുന്ന ഏത് സമയത്തും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ ഓർത്തു വെക്കുന്ന, അതൊക്കെ മറ്റുള്ള ആളുകളെ എത്തിച്ചു കൊടുക്കുന്ന, അങ്ങനത്തെയൊക്കെ ആളുകൾ താമസിച്ചിരുന്നത് അവിടെയാണ്. അവരെയാണ് അഹ്ലു സുഫ, അസ്ഹാബു സുഫ എന്നൊക്കെ പറയാറ്. അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്നഹും കാനു യഖ്ദമൂന ഫുഖറ അല റസൂലില്ലാഹ് അമാലഹുൻ അഹ്ലുൻ വലാ മാലുൻ ഫബുനിയത്ത് ലഹും സുഫത്തുൻ ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അവരെക്കുറിച്ച് പറയാണ്, ഫഖീല ലഹും അഹ്ലു സുഫ, അഹ്ലു സുഫ എന്നാണ് അവരെ പറയപ്പെടുന്നത്. അവർക്ക് ധനമില്ല, അവർക്ക് വേണ്ടി വരാന്ത നിർമ്മിച്ചു കൊടുത്ത് പ്രവാചകൻ അവരെ സെറ്റിൽ ചെയ്തതാണ്. അവർ പ്രവാചകന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആളുകളാണ്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്. കൂടുതൽ സമയം ആരാധനകളിലും ദിക്റുകളിലൊക്കെ മുഴുകിയ ആളുകളാണ്. മാത്രമല്ല അവർ സുഹദ്, ദുനിയാവിനോടുള്ള പരിത്യാഗം കൂടുതൽ കാണപ്പെട്ട ആളുകളാണ്. ദുന്യവിയായ കാര്യങ്ങളിലൊന്നും വലിയ മോഹമില്ല. പ്രവാചകൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ പ്രീതി, ദീനിനു വേണ്ടിയിട്ടുള്ള സേവനം, ഇത് മാത്രമാണ് അവരുടെ താല്പര്യം. അവർ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എന്നല്ല, ഒന്നുമില്ലാത്ത ആളുകളാണ്. ഒന്നുമില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഒന്നുമില്ലാത്തവരാണ് എന്ന യാഥാർത്ഥ്യം, ഫഖർ എന്ന യാഥാർത്ഥ്യം, നമ്മളൊക്കെ ഒന്നുമില്ലാത്ത വെറും ഫക്കീറാണ് എന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ആളുകളുമാണ്. അള്ളാഹു ഖുർആനിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പല സ്ഥലത്തും പറയുന്നുണ്ട്. അള്ളാഹു ആണ് ഗനിയ്, യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറ ഇലല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്, പൂർണ്ണമായിട്ട് അവനെ ആശ്രയിക്കുന്നവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, സ്വയം റിച്ചായിട്ടുള്ളവൻ, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളവൻ, അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്.
സൂറ ഫാത്തിറിലെ ഈ ആയത്തിനെ പോലെ സൂറ മുഹമ്മദിലും അള്ളാഹു പറയുന്നുണ്ട്, ഹാ അന്തും ഹൗലായി തുദ്ഔന ലിതുൻഫിഖു ഫീ സബീലില്ലാ ഫമിൻകും മൻ യബ്ഖൽ വമൻ യബ്ഖലു ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി. ഹാ അന്തും ഹൗലായി, നിങ്ങളാണിത്, തുദ്ഔന ലിതുൻഫിഖു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ ഫമിൻകും മൻ യബ്ഖൽ, നിങ്ങളിൽ പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകളാണ് നിങ്ങൾ. എന്നാൽ വമൻ യബ്ഖലു ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, ആരെങ്കിലും പിശുക്ക് കാണിക്കുകയാണെങ്കിൽ സ്വന്തം നഫ്സിനോടാണ് അത് കാണിക്കുന്നത്. വല്ലാഹുൽ ഗനീയ്, അള്ളാഹു സെൽഫ് സഫിഷ്യൻ്റ് ആണ്, റിച്ചാണ്. വ അന്തുമുൽ ഫുഖറ, നിങ്ങൾ ഫുഖറ ആണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, നമ്മൾ ഫുഖറ ആണ്, ഒക്കെ അവൻ തന്നതാണ് എന്നല്ല, അവൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആളുകളാണ്, സെൽഫ് സഫിഷ്യൻ്റ് അവൻ മാത്രമാണ്. ഈ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട, ഫഖറിൻ്റെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവർക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്, ഭൂമിയിൽ നടന്ന് കച്ചവടമൊന്നും ചെയ്യാത്ത ആളുകളാണ്. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ, ജാഹിൽ അറിയാത്ത ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ അവർക്ക് തോന്നും അഗ്നിയ, അവർ റിച്ചാണ് എന്ന് തോന്നും. മിന തഅഫുഫ് കാരണത്താൽ, അവരുടെ തഅഫുഫ് സാധാരണ മാന്യത എന്നൊക്കെ പറയും, അതായത് മറ്റുള്ളവരെ ആവശ്യമില്ലാതിരിക്കുക, അതിൻ്റെ അർത്ഥം അതാണ്. തഅഫുഫ് എന്ന് പറഞ്ഞാൽ വത്തഅഫഫു തഫഉലുൻ, തഫഉൽ എന്നുള്ള വസനാണ്. വഹുവ ബിനാഉ മുബാലഗത്തിൻ മിൻ അഫ അനി ഷൈഇ ഇദാ അംസക അൻഹു വതനസ്സഅ അൻ ത്വലബിഹി. അഫ അനി ഷൈഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആവശ്യമില്ലാതിരിക്കുക, ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള, അതിനെയാണ് നമ്മൾ മാന്യത എന്ന് മലയാളത്തിൽ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ തനിക്ക് ആവശ്യമുണ്ട് എന്ന് കാണിക്കാത്ത ആളുകൾ, മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കാത്ത ആളുകൾ, അത് തേടാത്ത ആളുകൾ, അത്തരത്തിലുള്ള ഒരു സ്വഭാവം കൊണ്ട്, തഅഫുഫ് കൊണ്ട്, അഫീഫായ ആളുകളായതുകൊണ്ട് അവരെ പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ അവർ റിച്ചാണെന്ന് തോന്നും. മറ്റുള്ളവർ തങ്ങൾ ആവശ്യക്കാരാണ് എന്ന് അറിയണ്ട എന്ന് കരുതിക്കൊണ്ട് അത്തരം ഈ ഫക്കീറായ ആളുകൾ ചിലപ്പോൾ വസ്ത്രധാരണത്തിലും മറ്റുമൊക്കെ നല്ല മാന്യത പുലർത്തുകയും അത്തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും. അപ്പോൾ പരിചയമില്ലാത്ത ആളുകൾ കരുതും ഇവർ ആവശ്യക്കാരല്ല. അപ്പോൾ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ തങ്ങൾ ആവശ്യക്കാരാണ് എന്ന് കാണിക്കുകയും കൂടെ ചെയ്യാത്ത ആളുകളാണ് അള്ളാഹു അവരെ സിഫത്തായിട്ട് പറയാണ്. അവരെക്കുറിച്ച് ജാഹിലുകൾ അഗ്നിയ ആണെന്ന് തെറ്റിദ്ധരിക്കും, തഅഫുഫ് കാരണം. അവരെ തിരിച്ചറിയാം, തഅരിഫുഹും ബി സീമാഹും, അവരുടെ അടയാളം കൊണ്ട് അവരെ തിരിച്ചറിയാം. അതായത് അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട്, അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അവരുടെ താല്പര്യങ്ങൾ കണ്ടാൽ, ഇബാദത്തിനോടുള്ള താല്പര്യം, അങ്ങനെയുള്ള പല അടയാളങ്ങളിലൂടെയും അവരെ തിരിച്ചറിയാൻ കഴിയും. അവർ ഫക്കീറാണ്, ഫഖർ ഉൾക്കൊണ്ട ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന് വേണ്ടി എല്ലാം തിരിച്ച, അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ആവശ്യത്തിന് വേണ്ടി കൈനീട്ടാത്ത അത്തരം ആളുകളാണ് ഫക്കീർ. സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് പറയുമ്പോൾ ഫക്കീറെന്നും മിസ്കീനെന്നും രണ്ട് കാറ്റഗറി പറഞ്ഞു. ലിൽ ഫുഖറ ഇവൽ മസാക്കീൻ, ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറ ഇവൽ മസാക്കീൻ. ഫുഖറായിനും മിസ്കീനിനുമാണ്, മസാക്കീനുമാണ്, മിസ്കീന്മാർക്കാണ്. മിസ്കീനും യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള പ്രയാസപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഫക്കീർ ഒന്നുമില്ലാത്ത ആളുകളാണ്. മിസ്കീൻ അതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫക്കീറിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകളാണ്, പക്ഷേ ഫക്കീർ പോലെയല്ല. അൽ ഫക്കീറുൽ മുഹ്താജുൽ മുത്തഅഫിഫ്, ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഅഫുഫുള്ള ആളുകളാണ്, ആവശ്യക്കാരാണ്, പക്ഷേ തഅഫുഫ് കാരണം അവർ ജനങ്ങളോട് ചോദിക്കാത്തവരാണ്. വൽ മിസ്കീനു സായിൽ, മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് ചോദിക്കുന്നവരാണ്. വറുവിയ അൻ ഇബ്നു അബ്ബാസ് വഖാലഹു അസ്സുഹരി വഖ്താറഹു ഇബ്നു ഷഅബാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇമാം സുഹരിയുടെ അഭിപ്രായവും ഒക്കെ അതാണ്. അവരുടെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അവർ ജനങ്ങളോട് ചോദിക്കുകയില്ല ഇൽഹാഫൻ, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ ചോദിക്കുകയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ചോദിക്കുമെന്നല്ല. ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, യദുല്ലു അല അന്നഹും ലാ യസ്അലൂന അസുലൻ, അവർ അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി ചോദിക്കുകയില്ല. ഇവിടെ ഉദ്ദേശിച്ചത് ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹിയും മറ്റും ഇതിനെ വിശദീകരിച്ചത്
ബിഅന്നൽ മഖ്സൂദ നഫിയു സുആലി വ നഫിയുൽ ഇൽഹാഫി മഅൻ. ഒന്നിച്ച് അവർ ബുദ്ധിമുട്ടിക്കുകയില്ല, ചോദിക്കുകയില്ല. അത് രണ്ടും ഒന്നിച്ച് അള്ളാഹു നെഗേറ്റ് ചെയ്യാണ്. അത് രണ്ടും ചെയ്യുകയില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അവർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ചോദിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ചോദിക്കുകയില്ല, ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, അമാ തുംഫിഖു മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് ധനം ചെലവഴിച്ചാലും ഫൈനല്ലാഹ ബിഹി അലീം, അള്ളാഹു അതിനെക്കുറിച്ച് അലീമാണ്, കൃത്യമായിട്ട് അറിയുന്നവനാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് രാവും പകലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളെക്കുറിച്ചും അതിന് വിരുദ്ധമായിട്ട് തുടർന്ന് വരുന്ന ആയത്തുകളിൽ പറയുന്നത് സ്വതക്ക ചെയ്യാതെ റിബ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ചുമാണ്. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറയാം. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.